السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൽ സൂറത്തു മറിയമിൽ അതിൽ അവസാന ഭാഗത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത് നമുക്ക് കാണാം. ഇന്നല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത് സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദ. ഇന്നല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദ. ആരാണോ അല്ലാഹുവിലും അവൻ്റെ ദീനിലുമെല്ലാം വിശ്വസിക്കുകയും വഅമിലുസ് സാലിഹാത്ത് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തത്, സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദ, റഹ്മാനായ റബ്ബ് അങ്ങനെയുള്ളവർക്ക് സ്നേഹം നിശ്ചയിക്കുന്നതാണ്. നോക്കൂ നിങ്ങൾ, ഈമാനിന് അനേകം മഹത്തരമായ സൽഫലങ്ങളുണ്ട്. ഈമാനിൻ്റെ ശ്രേഷ്ഠമായ സൽഫലങ്ങളിലൊന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ സ്നേഹവും അതോടൊപ്പം അവൻ്റെ നല്ലവരായ പടപ്പുകളുടെ സ്നേഹവും അള്ളാഹു അവർക്ക് നിശ്ചയിച്ചു കൊടുക്കുമെന്നത്. ഈമാനിനോടൊപ്പം സാലിഹായ അമലിൻ്റെ സൽപ്രവർത്തനങ്ങളുടെ ഒരു ഫലം കൂടിയാണത്. അള്ളാഹു അവർക്ക് സ്നേഹം നിശ്ചയിച്ചു കൊടുക്കും എന്ന് പറഞ്ഞത്. റഹ്മാനായ റബ്ബ് അവരെ സ്നേഹിക്കും, അതോടൊപ്പം അള്ളാഹുവിൻ്റെ പടപ്പുകളും അവരെ സ്നേഹിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള പ്രസിദ്ധമായൊരു ഹദീസ് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇന്നല്ലാഹ ഇദാ ഹബ്ബ അബ്ദൻ ദഅ ജിബ്രീല ഫഖാൽ ഇന്നി ഉഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബഹ്. അള്ളാഹു അവൻ്റെ അടിമകളിൽ ആരെയെങ്കിലും സ്നേഹിച്ചാൽ ജിബ്രീലിനെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയും, ഇന്നി ഉഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബഹ്, ഞാനിതാ ഇന്നവനെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് ജിബ്രീൽ നീയും അവനെ സ്നേഹിക്കുക. ഫയുഹിബ്ബുഹു ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാം, അള്ളാഹുവിൻ്റെ മലക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠരായ ജിബ്രീൽ ഈ മനുഷ്യനെ സ്നേഹിക്കുന്നതാണ്. സുമ്മ യുനാദി ഫിസ്സമാ, എന്നിട്ട് ആകാശലോകത്ത് ജിബ്രീൽ വിളിച്ചു പറയും, സുമ്മ യുനാദി ഫിസ്സമാഇ ഫയഖൂൽ ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബൂഹ്. ഇതാ അള്ളാഹു ഒരുവനെ സ്നേഹിച്ചിരിക്കുന്നു, അള്ളാഹു ഒരുവനെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് നിങ്ങളും അവനെ സ്നേഹിക്കുക. ഫയുഹിബ്ബുഹു അഹ്ലുസ്സമാ, ആകാശവാസികളായ മലക്കുകൾ ഒന്നടങ്കമതാ അവനെ അതോടെ സ്നേഹിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സുമ്മ യൂദഉ ലഹുൽ ഖബൂലു ഫിൽ അർദ്, പിന്നീട് അവന് ഭൂമിയിൽ അള്ളാഹു സ്വീകാര്യത നിശ്ചയിക്കുന്നതാണ്. ഭൂമിയിൽ അള്ളാഹുവിൻ്റെ നല്ലവരായ പടപ്പുകൾ അവനെ സ്നേഹിക്കുന്നതാണ്. വഇദാ അബ്ഗദ അബ്ദൻ ദഅ ജിബ്രീൽ, അള്ളാഹു എങ്ങാനും അവൻ്റെ ഒരു അടിമയെ വെറുത്താൽ, നസ്അലുല്ലാഹൽ ആഫിയ, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു അവൻ്റെ പടപ്പുകളിൽ ആരെയെങ്കിലും വെറുത്താൽ ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ചു പറയും, ദഅ ജിബ്രീല ഫയഖൂൽ
ഇന്നി ഉബ്ഗിദു ഫുലാനൻ ഫഅബ്ഗിദ്ഹു. ജിബ്രീൽ, ഞാനിതാ ഇന്നവനെ വെറുക്കുന്നു, അതുകൊണ്ട് നീയും അവനെ വെറുക്കുക. ഖാല ഫയുബ്ഗിദുഹു ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ നബിമാരുടെ അരികിലേക്ക് വഹയുമായി വരാറുണ്ടായിരുന്ന മലക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠരായ, അള്ളാഹുവിൽ നിന്ന് അവൻ്റെ കലാം കേൾക്കുകയും അവൻ്റെ റസൂലുകൾക്ക് എത്തിച്ചു നൽകുകയും ചെയ്യുന്ന ജിബ്രീൽ അലൈഹിസ്സലാം അവനെ വെറുക്കുന്നതാണ്. സുമ്മ യുനാദി ഫി അഹ്ലി സമാ. ആകാശവാസികളായ മലക്കുകൾക്കിടയിൽ ജിബ്രീൽ വിളിച്ചു പറയും, ഇന്നല്ലാഹ യുബ്ഗിദു ഫുലാനൻ ഫഅബ്ഗിദൂഹ്. ഇതാ അള്ളാഹു ഒരുവനെ വെറുക്കുന്നു, അതുകൊണ്ട് നിങ്ങളും അവനെ വെറുക്കുക. ഖാല ഫയുബ്ഗിദൂനഹു. ആകാശവാസികളായ കൊടാനുകൂടി മലക്കുകൾ അവനെ വെറുക്കുന്നതാണ്. സുമ്മ തൂദഉ ലഹുൽ ബഗ്ദാഉ ഫിൽ അർദ്. പിന്നീട് ഭൂമിയിൽ അള്ളാഹു അവനു നേരെ ആളുകളുടെ വെറുപ്പും വിദ്വേഷവും ഉണ്ടാക്കുന്നതാണ്. അവന് ഭൂമിയിൽ വെറുപ്പും വിദ്വേഷവും ലഭിക്കുന്നതാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒന്ന് ചിന്തിച്ചു നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാക്കിനെ കുറിച്ച് മഹാനായ താബിഈ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് ഒരിക്കൽ അറഫയിൽ വരികയായിരുന്നു. അറഫയിൽ ആളുകൾ നിൽക്കുന്ന വേളയിൽ ഉമർ ബിൻ അബ്ദുൽ അസീസ്, ആ മഹാനായ ഖലീഫ, വരുമ്പോൾ ആളുകളെല്ലാം അങ്ങേയറ്റം സ്നേഹത്തോടെ ഉമർ ബിൻ അബ്ദുൽ അസീസിനെ നോക്കുകയാണ്. ഇത് കണ്ടപ്പോൾ സുഹൈൽ ബിൻ അബി സാലിഹ് റഹിമഹുല്ലാഹ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യനായ അബൂ സാലിഹിൻ്റെ മകനാണ് സുഹൈൽ ബിൻ അബി സാലിഹ് റഹിമഹുല്ലാഹ്. അദ്ദേഹം പിതാവായ അബൂ സാലിഹിനോട് പറഞ്ഞു, അള്ളാഹു ഉമർ ബിൻ അബ്ദുൽ അസീസിനെ സ്നേഹിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിതാവ് ചോദിച്ചു, എന്താണ് മോനെ അങ്ങനെ പറയാനുള്ള കാരണം? നോക്കൂ, ആളുകളെല്ലാം ഉമർ ബിൻ അബ്ദുൽ അസീസിനെ സ്നേഹിക്കുന്നു. ആ സമയത്ത് അബൂ സാലിഹ് റഹിമഹുല്ലാഹ് പറയുകയാണ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ ഹദീസ് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അള്ളാഹു ഒരുവനെ സ്നേഹിച്ചാൽ ജിബ്രീൽ അവനെ സ്നേഹിക്കും, പിന്നീട് മലക്കുകൾ സ്നേഹിക്കും, പിന്നീട് ഭൂമിയിൽ അവന് സ്വീകാര്യത നൽകപ്പെടുമെന്നത്. നോക്കൂ, മുഅ്മിനുകളായ നല്ലവരായ ആളുകൾ ഉമർ ബിൻ അബ്ദുൽ അസീസിനെ സ്നേഹിക്കുന്നത് അള്ളാഹുവിന് ഉമർ ബിൻ അബ്ദുൽ അസീസിനോടുള്ള സ്നേഹത്തിൻ്റെ അടയാളമാണ്, സംശയമില്ല. ഇൻഷാ അല്ലാഹ്. പ്രിയമുള്ളവരെ, എന്നാൽ വൃത്തികേടിൻ്റെ, തിന്മകളുടെ, തോന്നിവാസത്തിൻ്റെ ആളുകളായ ചില ഫുസ്സാഖുകൾക്ക് ചുറ്റും അവനെപ്പോലെയുള്ള മനസ്സുള്ള പലരും അവനു വേണ്ടി ഒരുമിച്ച് കൂടുന്നതും അവനു വേണ്ടി ആരവങ്ങൾ ഉയർത്തുന്നതും ഒരിക്കലും അള്ളാഹു അങ്ങനെയുള്ളവരെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളമല്ല. മറിച്ച് ഈമാനും സാലിഹായ അമലും ആർക്കാണോ ഉള്ളത് അവരെയാണ് അള്ളാഹു റബ്ബുൽ ആലമീൻ സ്നേഹിക്കുക. നോക്കൂ, അതിനുദാഹരണമാണ് അള്ളാഹുവിൻ്റെ നബിമാർക്ക് പടപ്പുകൾക്കിടയിൽ അള്ളാഹു വെച്ചു കൊടുത്തിട്ടുള്ള സ്നേഹം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അള്ളാഹു അതാ മൂസ അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, വഅൽഖൈതു അലൈക മഹബ്ബതൻ മിന്നി വലിതുസ്നഅ അലാ ഐനി. മൂസ, താങ്കൾക്ക് നാം നമ്മിൽ നിന്നുള്ള മഹബ്ബത്ത് ഇട്ടു തന്നിരിക്കുന്നു. തഫ്സീറുകളിൽ നമുക്ക് കാണാം, മൂസ അലൈഹിസ്സലാമിനെ ചെറിയ പ്രായം മുതൽക്കേ ആര് കണ്ടാലും കണ്ടവർ സ്നേഹിച്ചു പോകും. പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞത് കാണാം, അതുകൊണ്ടാണ് ചെറിയ പ്രായത്തിൽ ഫിറഔനിൻ്റെ കൊട്ടാരത്തിൽ ഫിറഔനിൻ്റെ കൺമുന്നിൽ എത്തിപ്പെട്ടിട്ടും ഒന്നും സംഭവിക്കാതെ ആ രൂപത്തിൽ വളർന്നു. മൂസ അലൈഹിസ്സലാം എന്ന് കേൾക്കുമ്പോൾ എന്താണ് മുഅ്മിനുകളുടെ മനസ്സിൽ തോന്നുന്ന വികാരം? ഇബ്രാഹിം ഖലീലുർ റഹ്മാൻ അലൈഹിസ്സലാം, മൂസ, ഈസ, നൂഹ്, അള്ളാഹുവിൻ്റെ മറ്റുള്ള നബിമാർ അലൈഹിമുസ്സലാം, അവരുടെ പേര് കേൾക്കുമ്പോൾ മുഅ്മിനുകളുടെ മനസ്സിൽ അവരെക്കുറിച്ചുള്ള സ്നേഹം നിറയുകയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ള സഹോദരങ്ങളെ, ആ പേര് കേൾക്കുമ്പോൾ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് കേൾക്കുമ്പോൾ എന്താണ് നമ്മുടെ മനസ്സിൽ നിറയുന്ന വികാരം? അത് അള്ളാഹു അവർക്ക് നിശ്ചയിച്ചു കൊടുത്ത സ്നേഹമാണ്. ഇന്നല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത് സയജഅലു ലഹുമുർ റഹ്മാനു വുദ്ദ. നബിയുടെ സഹാബിമാർ അബൂബക്കർ സിദ്ദീഖ്, ഉമർ ബിൻ ഖത്താബ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹും അജ്മഈൻ കേൾക്കുമ്പോൾ എന്താണ് മനസ്സിൽ വികാരം വരുന്നത്? ബിലാലും അമ്മാറും സുഹൈബും, ഈ പറയുന്ന പേരുകളെല്ലാം കേൾക്കുമ്പോൾ മുഅ്മിനുകളുടെ മനസ്സിൽ അതാ സ്നേഹം നിറയുകയാണ്. ഈ ഉമ്മത്തിലെ മഹാന്മാരായ പണ്ഡിതന്മാർ, ഇമാം ശാഫിഈ, ഇമാം അഹ്മദ്, ഇമാം മാലിക്, ഇമാം അബൂ ഹനീഫ, ഇമാം അൽ ബുഖാരി, ഇമാം മുസ്ലിം തുടങ്ങിയ മഹാരഥന്മാരായ
ഈ ഉമ്മത്തിലെ പണ്ഡിതന്മാരും സാലിഹീങ്ങളും അവരെക്കുറിച്ച് കേൾക്കുമ്പോഴെല്ലാം മുസ്ലിമീങ്ങളുടെ മുഅ്മിനീങ്ങളുടെ മനസ്സിൽ നിറയുന്ന സ്നേഹം, അവരെക്കുറിച്ച് അവർ പറയുന്ന നല്ല വാക്കുകൾ, ഇതെല്ലാം നോക്കൂ അള്ളാഹു അവർക്ക് വെച്ചുകൊടുത്ത ഈമാനിൻ്റെ അവരുടെ അപാരമായ സൽപ്രവർത്തനങ്ങളുടെ ഫലമാണ്. ഇന്നല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത് സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദാ. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിനെ നീ എത്രമാത്രം അനുസരിക്കുന്നുവോ, നിന്റെ ഈമാൻ എത്രമാത്രം പകിട്ടുള്ളതാണോ, അതിനനുസരിച്ച് അള്ളാഹു ഈ സ്നേഹം നിനക്ക് നിശ്ചയിച്ചു തരും. നേരെ മറിച്ച് അള്ളാഹുവിനെ ഒരുവൻ ധിക്കരിച്ചാൽ, റബ്ബിനോട് അനുസരണക്കേട് കാണിച്ചാൽ, എത്ര ആളുകൾ അവന് കൈയടിക്കാനുണ്ടായാലും, ഏതൊക്കെ പരിവാരങ്ങൾ അവൻ്റെ ചുറ്റുമുണ്ടായാലും അള്ളാഹു അവനെ വെറുക്കും. അവൻ്റെ മലായിക്കത്ത് അവനെ വെറുക്കും. പിന്നീട് അള്ളാഹു ഭൂമിയിൽ അവന് വെറുപ്പും വിദ്വേഷവും വെച്ചു കൊടുക്കും. അവനെ ബഹുമാനിക്കുന്നു എന്ന് അവൻ വിചാരിക്കുന്ന ആളുകൾ പോലും മനസ്സിൽ യഥാർത്ഥത്തിൽ അവനോട് മുറുമുറുപ്പും അവനോട് വെറുപ്പുമുള്ള ആളുകളായിരിക്കും. നസ്അലുല്ലാഹൽ ആഫിയ. അബൂ ദർദാ റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സഹാബി, മസ്ലമത്ത് ഇബ്നു മുഖല്ലദ് എന്ന സഹാബിക്ക് ഒരിക്കൽ എഴുതുകയുണ്ടായി. അദ്ദേഹം മിസ്റിൻ്റെ ഈജിപ്തിൻ്റെ അധികാരം ഏറ്റെടുത്ത സന്ദർഭത്തിൽ ഇദ്ദേഹം എഴുതി, സലാമുൻ അലൈക അമ്മാ ബഅദു ഫഇന്നൽ അബ്ദ ഇദാ അമില ബിതാഅത്തില്ലാഹ് അഹബ്ബഹുല്ലാഹ്. സലാം പറഞ്ഞതിന് ശേഷം അദ്ദേഹം എഴുതുകയാണ്, ഏതൊരടിമയാണോ അള്ളാഹുവിനെ അനുസരിച്ചത്, റബ്ബിനെ അനുസരിക്കുന്ന പ്രവർത്തനം പ്രവർത്തിച്ചത്, അഹബ്ബഹുല്ലാഹ്, അള്ളാഹു അവനെ സ്നേഹിക്കുന്നതാണ്. ഫഇദാ അഹബ്ബഹുല്ലാഹ് ഹബ്ബബഹു ഇലാ ഇബാദിഹി, അള്ളാഹു അവനെ സ്നേഹിച്ചാൽ പടപ്പുകൾക്ക് അള്ളാഹു അവനോട് സ്നേഹമുണ്ടാക്കുന്നതാണ്. വഇന്നൽ അബ്ദ ഇദാ അമില ബിമഅസിയത്തില്ലാഹ്, ഒരടിമ അള്ളാഹുവിനോട് ധിക്കാരവും അനുസരണക്കേടും പ്രവർത്തിച്ചാൽ അബ്ഗദഹുല്ലാഹ്, അള്ളാഹു അവനെ വെറുക്കുന്നതാണ്. ഫഇദാ അബ്ഗദഹു ബഗ്ഗദഹു ഇലാ ഇബാദിഹി, അള്ളാഹു അവൻ്റെ ഒരടിമയെ വെറുത്താൽ പടപ്പുകളെ അള്ളാഹു അവനോട് വെറുപ്പുള്ളവരാക്കി തീർക്കുന്നതാണ്. നോക്കൂ, ഈ സ്നേഹവും വെറുപ്പുമെല്ലാം അള്ളാഹുവിനോടുള്ള നിന്റെ അനുസരണയോ അല്ലെങ്കിൽ അള്ളാഹുവിനോടുള്ള നിന്റെ ധിക്കാരമോ എത്രമാത്രമുണ്ട് അതിൻ്റെ തോതനുസരിച്ചായിരിക്കും. പ്രിയമുള്ളവരെ, ചിന്തിച്ചു നോക്കൂ. റബ്ബിനെ നീ ധിക്കരിക്കുകയാണ് എങ്കിൽ, നീ തിന്മകൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ, അള്ളാഹുവിനെ അനുസരിക്കുന്ന സാലിഹുകളായ നന്മ നിറഞ്ഞ ആളുകളിൽ നിന്ന് നിനക്ക് അകൽച്ചയുണ്ടാകും. അവരിൽ നിന്ന് നീ ഒറ്റപ്പെട്ടു പോകും. നിനക്ക് അവരെക്കുറിച്ച് ആലോചിച്ചാൽ തോന്നും ഒരിക്കലും അവർ നിന്റെ കൂട്ടത്തിലല്ല, നീ അവരുടെ കൂട്ടത്തിലുമല്ല. ഈ രൂപത്തിലുള്ള ഒരു വഹ്ശത്ത്, ഒരൊറ്റപ്പെടൽ തിന്മയുടെ ആളുകൾക്ക് സംഭവിക്കുക തന്നെ ചെയ്യും, യാതൊരു സംശയവുമില്ല. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ ഈ സ്നേഹം, അതിനെ തുടർന്ന് പടപ്പുകളുടെ സ്നേഹവും നേടിയെടുക്കാൻ നാം ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹുവിന് വേണ്ടി മാത്രമാക്കുക എന്നതാണ്. ഇഖ്ലാസുള്ളവരാവുക, റബ്ബിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുക. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ് മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫാഅ വയുഖീമുസ് സ്വലാത്ത വയുഉതുസ് സകാത്ത വദാലിക ദീനുൽ ഖയ്യിമ. അവരോട് അള്ളാഹു കൽപ്പിച്ചിട്ടില്ല ഇല്ലാ ലിയഅ്ബുദുല്ലാഹ, അള്ളാഹുവിനെ ആരാധിക്കാനല്ലാതെ. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന, അള്ളാഹുവിനെ ഹുനഫാ ആയിക്കൊണ്ട് ആരാധിക്കുക, അഥവാ അള്ളാഹുവിന് ദീൻ അവന് വേണ്ടി മാത്രമാക്കിക്കൊണ്ട് ഇഖ്ലാസോടെ അവരെ ആരാധിക്കുക, നിസ്കാരം നിർവഹിക്കുക, സക്കാത്ത് കൊടുക്കുക, അതാണ് യഥാർത്ഥ ദീൻ. നോക്കൂ നിങ്ങൾ, ഈ ഇഖ്ലാസ് അത് നമുക്ക് അള്ളാഹുവിൻ്റെ സ്നേഹം നേടിത്തരും. ഇഖ്ലാസ് ഇല്ല എങ്കിൽ അള്ളാഹു ഒരു പ്രവർത്തനവും സ്വീകരിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, അള്ളാഹു പറഞ്ഞതായി, അന അഗ്ന ശുറകാഇ അനി ശിർക്ക് മൻ അമില അമലൻ അശ്റക ഫീഹി മഇ ഗൈരി തറക്തുഹു വശിർകഹു. ഞാൻ പങ്ക് ആവശ്യമില്ലാത്തവനാണ്, ആർക്കെങ്കിലും കൊടുത്തതിൻ്റെ പങ്ക് എനിക്ക് ആവശ്യമില്ല. ആരെങ്കിലും ഒരു പ്രവർത്തനം പ്രവർത്തിച്ചു, എങ്ങനെയുള്ള പ്രവർത്തനമാണ്? അവൻ ആ പ്രവർത്തനം ചെയ്യുമ്പോൾ അവൻ്റെ ഉദ്ദേശത്തിൽ കലർപ്പുണ്ടായിരുന്നു, എനിക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും. അങ്ങനെ പ്രവർത്തിച്ചാൽ തറക്തുഹു വശിർകഹു, അവനെയും അവൻ പങ്കുചേർത്തതും ഞാൻ ഉപേക്ഷിച്ചു കളയുന്നതാണ്. അള്ളാഹു ഇങ്ങനെ പറഞ്ഞുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആളുകളുടെ സ്നേഹം നേടാൻ നീ അള്ളാഹുവിന് വേണ്ടി മാത്രമാണ് പ്രവർത്തിക്കേണ്ടത്, ആളുകൾക്ക് വേണ്ടിയല്ല. ഇമാം ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ്, മഹാനായ താബിഈ, അദ്ദേഹം പറയുകയുണ്ടായി, ഒരാളൊരിക്കൽ പറഞ്ഞു, ഞാൻ ജനങ്ങളൊക്കെ എൻ്റെ പേര് ഓർക്കുന്ന, എപ്പോഴും എന്നെക്കുറിച്ച് പറയുന്ന രൂപത്തിൽ ഞാൻ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യും.
എനിക്കൊരു പ്രശസ്തി ലഭിക്കുന്ന ഇബാദത്തുകളുടെ കാര്യത്തിൽ ഞാൻ ആളുകൾക്കിടയിൽ അറിയപ്പെടുന്ന രൂപത്തിൽ ഞാൻ ഇബാദത്ത് ചെയ്യും. നോക്കൂ നിങ്ങൾ, അവരുടെ ഉദ്ദേശം എന്തായിരുന്നു? ആളുകൾ എന്നെക്കുറിച്ച് പറയണം. അങ്ങനെ അയാൾ ആരംഭിച്ചു ഇബാദത്തുകൾ. ജനങ്ങളെപ്പോൾ നോക്കിയാലും അയാൾ നിസ്കരിക്കുകയായിരിക്കും. മസ്ജിദിൽ ആദ്യം കയറുന്നയാൾ, അവസാനം ഇറങ്ങിപ്പോകുന്നയാൾ അയാളായിരിക്കും. ഇങ്ങനെ അയാൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. അങ്ങനെ ദിനങ്ങൾ കടന്നുപോയി. ഈ മനുഷ്യൻ ആരുടെയെങ്കിലും അരികിലൂടെ കടന്നുപോയാൽ അവർ ഇയാളെക്കുറിച്ച് പറയും, ഉൻദുറു ഇലാ ഹാദൽ മുറായി, ഈ റിയാഅ്കാരൻ, ആളുകളെ കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവനെ നോക്കൂ നിങ്ങൾ, ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. അയാൾ ഈ രൂപത്തിൽ ഇബാദത്ത് ചെയ്തു, പക്ഷേ ആളുകൾ അയാളെക്കുറിച്ച് ഇതാണ് പറയുന്നത്. ഇങ്ങനെ ദിനങ്ങൾ കഴിഞ്ഞപ്പോൾ അയാൾ ഒന്ന് പുനരാലോചിച്ചു. അയാൾ പറഞ്ഞു, ഞാൻ എൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ അള്ളാഹുവിന് വേണ്ടി ആക്കി തീർക്കുകയാണ്. ഇനി ആളുകളെ കാണിക്കാനോ അവരെൻ്റെ കുറിച്ച് നല്ലത് പറയാനോ വേണ്ടി ഇനി പ്രവർത്തിക്കുകയില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അയാൾ തൻ്റെ പ്രവർത്തനത്തിലല്ല മാറ്റം വരുത്തിയത്. അയാൾ താൻ ചെയ്യുന്ന കാര്യം വല്ലതും മാറ്റുകയല്ല, നീയത്ത് മാറ്റുകയാണ്. നീയത്ത് കലർപ്പില്ലാത്തതാക്കുകയാണ്. അള്ളാഹുവിന് വേണ്ടി മാത്രം പ്രവർത്തിക്കാൻ തീരുമാനിക്കുകയാണ്. അതിനുശേഷം അയാൾ ആരുടെ മുന്നിലൂടെ കടന്നുപോയാലും അവർ പറയുമായിരുന്നു, യർഹമുഹല്ലാഹ്, മനുഷ്യൻ അള്ളാഹു റഹ്മത്ത് ചൊരിയട്ടെ. ആളുകളുടെ രീതിയും അവരുടെ സ്വഭാവവും അയാളോടുള്ള നിലപാടുമെല്ലാം മാറുകയാണ്. നോക്കൂ നിങ്ങൾ, എന്തുകൊണ്ടാണ്? അള്ളാഹുവിൻ്റെ കയ്യിലാണ് കാര്യം മുഴുവൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ റാഅ അല്ലാഹു ബിഹ്, മൻ സമ്മഅ അല്ലാഹു ബിഹ്. ആരെങ്കിലും ആളുകളെ കാണിക്കാൻ വേണ്ടി പ്രവർത്തിച്ചാൽ അവൻ അതിനു വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് അള്ളാഹു ആളുകൾക്ക് കാണിച്ചു കൊടുക്കുന്നതാണ്. ആരെങ്കിലും ആളുകളെ കേൾപ്പിക്കാൻ, അവർക്കിടയിൽ കീർത്തി ലഭിക്കാൻ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അള്ളാഹു ആളുകളെ കേൾപ്പിക്കുന്നതാണ്, അവൻ ഇതിനു വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ കഥ ഉദ്ധരിച്ചുകൊണ്ട് ഹസനുൽ ബസ്രി റഹിമഹുല്ലാ അദ്ദേഹം ഈ ആയത്ത് ഓതി, ഇന്നല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത് സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദാ. ഈമാനും സാലിഹായ അമലും ആർക്കാണോ ഉള്ളത് അള്ളാഹു അവർക്ക് സ്നേഹം നിശ്ചയിച്ചു കൊടുക്കുന്നതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അത്ഭുതകരമാണ് കാര്യം. ആളുകളുടെ സ്നേഹം നിനക്ക് നേടണോ? ആളുകൾക്ക് വേണ്ടി നീ പ്രവർത്തിച്ചാൽ അവരുടെ വെറുപ്പാണ് ലഭിക്കുക. അള്ളാഹുവിന് വേണ്ടി മാത്രം നീ പ്രവർത്തിച്ചോ, നിന്റെ ഉദ്ദേശം റബ്ബിന് വേണ്ടി മാത്രമാക്കിയോ, എങ്കിൽ അതാ അള്ളാഹു നിനക്ക് സൽകീർത്തി നൽകുന്നതാണ്. അതല്ല എങ്കിൽ നിന്റെ ഉദ്ദേശം മോശമാണോ, നിന്റെ രഹസ്യം അത് കേടുവന്നതാണോ, അള്ളാഹു നിന്നെ വഷളാക്കുന്നതാണ്. അള്ളാഹു നിന്റെ തനിനിറം ആളുകൾക്കിടയിൽ തുറന്നു കാട്ടുന്നതാണ്. പ്രശംസയും ആളുകൾക്കിടയിൽ നല്ല പേരും ഉദ്ദേശിച്ചുകൊണ്ട് പ്രവർത്തിച്ചവൻ, നീയത്ത് മറന്നുപോയവൻ, അവൻ്റെ ഉദ്ദേശം എന്താണോ അതിന് നേരെ വിപരീതം കൊണ്ട് അള്ളാഹു അവനെ ശിക്ഷിക്കുന്നതാണ്. കാരണം കാര്യങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ വ്യാമോഹങ്ങളോ നമ്മുടെ കേവലമായ ആഗ്രഹങ്ങളോ അല്ല നടക്കാൻ പോകുന്നത്. അള്ളാഹു പറഞ്ഞതുപോലെ, ലൈസ ബി അമാനിയിക്കും വല അമാനി അഹ്ലിൽ കിതാബ് മൻ യഅമൽ സൂഅൻ യുജ്സ ബിഹി വലാ യജിദ് ലഹു മിൻ ദൂനില്ലാഹി വലിയ വലാ നസീറ വമൻ യഅമൽ മിനസ് സാലിഹാത്തി മിൻ ദക്കറിൻ ഔ ഉൻസ വഹുവ മുഅ്മിൻ ഫഉലൈക യദ്ഖുലൂനൽ ജന്നഹ വലാ യുദ്ലമൂന നഖീറ. നിങ്ങളുടെ വ്യാമോഹങ്ങളോ മുമ്പ് കിതാബ് നൽകപ്പെട്ടവരുടെ വ്യാമോഹങ്ങളോ അല്ല നടക്കാൻ പോകുന്നത്. ആരെങ്കിലും ഒരു തിന്മ പ്രവർത്തിച്ചാൽ അവനവൻ്റെ അതിൻ്റെ പ്രതിഫലം ലഭിക്കും. അള്ളാഹുവിന് പുറമെ ഒരു സഹായിയെയോ ഒരു രക്ഷാധികാരിയെയോ അവന് കാണാൻ കിട്ടുകയില്ല. വമൻ യഅമൽ മിനസ് സാലിഹാത്ത്, എന്നാൽ ആരാണോ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നത്, മിൻ ദക്കറിൻ ഔ ഉൻസ, ആണോ പെണ്ണോ ആകട്ടെ, വഹുവ മുഅ്മിൻ, അവൻ മുഅ്മിനായിക്കൊണ്ടാണ് അത് പ്രവർത്തിക്കുന്നത്, ഈമാനോട് അള്ളാഹുവിന് വേണ്ടിയാണ് ചെയ്യുന്നത് എങ്കിൽ ഫഉലൈക യദ്ഖുലൂനൽ ജന്നഹ, അവരാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക. വലാ യുദ്ലമൂന നഖീറ, ഒരു തരിമ്പ് ഒരൽപ്പം പോലും അനീതി അവരോട് ചെയ്യുകയില്ല. അള്ളാഹു അവരോട് അനീതി കാട്ടുകയില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹുവിന് വേണ്ടിയാകട്ടെ, വാക്കും പ്രവൃത്തിയുമെല്ലാം ഇഖ്ലാസോടെയാകട്ടെ. അതാണ് അള്ളാഹുവിൻ്റെ സ്നേഹവും തുടർന്ന് പടപ്പുകളുടെ സ്നേഹവും ലഭിക്കാനുള്ള ഒന്നാമത്തെ വഴി. അള്ളാഹു എനിക്കും നിങ്ങൾക്കും ഇഖ്ലാസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാഹ്.
സഹോദരങ്ങളെ, റബ്ബിൻ്റെ സ്നേഹം നമുക്ക് ലഭിക്കണോ? അതിനെ തുടർന്ന് പടപ്പുകളുടെ സ്നേഹം നമുക്ക് ലഭിക്കണോ? അള്ളാഹുവും അവൻ്റെ പടപ്പുകളും ഏറ്റവും സ്നേഹിക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊള്ളുക. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. ഖുൽ പറയൂ നബിയെ, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റിക്കൊള്ളുക. യുഹ്ബിബുകുമുല്ലാഹ്, എങ്കിൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുന്നതാണ്. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, അള്ളാഹു നിങ്ങളെ സ്നേഹിച്ചാൽ അവൻ നിങ്ങളുടെ പാപങ്ങൾ പൊറുത്തു തരുന്നതാണ്. വല്ലാഹു ഗഫൂറുർ റഹീം, അവനേറെ പൊറുക്കുന്ന ഗഫൂറാണ്, അവനേറെ കരുണ ചൊരിയുന്ന റഹീമാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക. പ്രിയമുള്ളവരെ, ആളുകളുടെ തൃപ്തിക്കോ അവർക്കിടയിൽ സ്വീകാര്യത ലഭിക്കാനോ അള്ളാഹുവിനെ ധിക്കരിക്കാൻ നാം ശ്രമിച്ചാൽ അള്ളാഹുവിൻ്റെ കോപവും പിന്നീട് ജനങ്ങളുടെ മുഴുവൻ കോപവുമാണ് നമുക്ക് ലഭിക്കുക. മഹാനായ സഹാബി മുആവിയത്ത് ഇബ്നു അബി സുഫിയാൻ റളിയല്ലാഹു അൻഹുമ, നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹക്ക് ഒരിക്കൽ ഒരാവശ്യവുമായി ഒരെഴുത്തെഴുതുകയുണ്ടായി. അനിക്തുബ് ലീ കിതാബൻ തൂസീനി ഫീഹി വലാ തുക്സിരി. ഉമ്മ, നിങ്ങൾ എനിക്കൊരു ഉപദേശം നൽകണം. ഒരു ഉപദേശം അത് ഒരുപാടുണ്ടാകരുത്, എന്ന് പറഞ്ഞാൽ ഗ്രഹിക്കാൻ വളരെ എളുപ്പമാകുന്ന ഒരു ചെറിയ ഉപദേശം എനിക്ക് എഴുതിയാലും എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയോട് മുആവിയ റളിയല്ലാഹു അൻഹു ആവശ്യപ്പെടുകയുണ്ടായി. ഫകതബത്, ആയിഷ റളിയല്ലാഹു അൻഹ എഴുതി, സലാമുൻ അലൈക അമ്മാ ബഅദു ഫഇന്നി സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ. സലാം പറഞ്ഞു ശേഷം എഴുതി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഞാൻ കേട്ടിരിക്കുന്നു. മനിൽ തമസ റിദല്ലാഹ് ബിസഖത്തിന്നാസ് കഫാഹുല്ലാഹു മഊനത്തന്നാസ്. ആരാണോ അള്ളാഹുവിൻ്റെ തൃപ്തി നേടുന്ന പ്രവർത്തനങ്ങളുടെ പിന്നാലെ ചെന്നത്, റബ്ബിൻ്റെ തൃപ്തിക്ക് വേണ്ടി പ്രവർത്തിച്ചത്, ആ വഴിയിലൂടെ കടന്നുപോയത്, ജനങ്ങൾ അവനെ വെറുക്കുന്ന സ്ഥിതി ഉണ്ടായാലും, അഥവാ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താനാണ് അവൻ ചെയ്തത്, അതൊരു പക്ഷേ ആളുകൾക്ക് ഇഷ്ടമല്ല എങ്കിലും അള്ളാഹുവിൻ്റെ തൃപ്തി ഉദ്ദേശിച്ച് പ്രവർത്തിച്ചവനാരോ കഫാഹുല്ലാഹു മഊനത്തന്നാസ്, ജനങ്ങളുടെ ഇടപാട് അതിന് അവന് അള്ളാഹു മതിയാകുന്നതാണ്, അള്ളാഹു അവനെ സംരക്ഷിക്കുന്നതാണ്, അവരുടെ കാര്യത്തിൽ അവന് അള്ളാഹു മതിയാകുന്നതാണ്. വമനിൽ തമസ റിദന്നാസി ബിസഖത്തില്ലാഹ്, എന്നാൽ ആരാണോ ജനങ്ങളുടെ തൃപ്തി നേടാൻ വേണ്ടി അള്ളാഹുവിൻ്റെ കോപം ലഭിക്കുന്ന കാര്യം ചെയ്തത്, വകലഹുല്ലാഹു ഇലന്നാസ് വസ്സലാമു അലൈക്, അള്ളാഹു അവൻ്റെ കാര്യം ആളുകളെ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ്. അസ്സലാമു അലൈക്. ആയിഷ റളിയല്ലാഹു അൻഹ ഈ എഴുതിയ ഉപദേശം സുബ്ഹാനല്ലാഹ് എത്ര ശ്രേഷ്ഠമായ, എത്ര മഹത്തരമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണെന്ന് നോക്കൂ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി അവൻ്റെ അരികിൽ നിനക്ക് ലാഭം നേടിത്തരുന്ന പ്രവർത്തനമേതോ അതുമായി മുന്നോട്ട് പോവുക. അതിലാളുകൾക്ക് നിന്നോട് പ്രയാസമുണ്ടായാലും, ഒരു ഹറാം ഉപേക്ഷിച്ചതിൻ്റെ പേരിൽ ആളുകൾ നിന്നെ വെറുക്കുമെന്ന് നിനക്ക് തോന്നിയാലും, അള്ളാഹു നിർബന്ധമാക്കിയൊരു കാര്യം ചെയ്താൽ അതിൻ്റെ പേരിൽ ആളുകൾ നിന്നെ വെറുക്കുമെന്ന് നിനക്ക് തോന്നിയാലും, അള്ളാഹുവിൻ്റെ തൃപ്തി ഉദ്ദേശിച്ച് മുന്നോട്ട് പോയാൽ നോക്കൂ നിങ്ങൾ, അള്ളാഹു അവൻ്റെ സ്നേഹം നൽകും, പിന്നീട് ആളുകളുടെ സ്നേഹവും നൽകുന്നതാണ്. ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയുണ്ടായി, ലാ യകൂനു തംകീനു ഇല്ലാ ബഅദൽ മഹ്ന, പരീക്ഷണങ്ങൾക്ക് ശേഷമല്ലാതെ അള്ളാഹു ഭൂമിയിൽ ഒരാൾക്കും സൗകര്യം നൽകുകയില്ല, സ്വാധീനം നൽകുകയില്ല. ഫഇദാ തുഹിന സബർ വഇദാ സബറ മുക്കിൻ, അവൻ പരീക്ഷിക്കപ്പെട്ടാൽ ക്ഷമിക്കുകയും അങ്ങനെ ക്ഷമിച്ചാൽ പിന്നീട് അള്ളാഹു സ്വാധീനം നൽകുകയും ചെയ്യും. നോക്കൂ നിങ്ങൾ, എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന റബ്ബിൻ്റെ സ്നേഹവും അതുപോലെ ആളുകൾക്കിടയിൽ സ്വീകാര്യതയും എളുപ്പത്തിൽ ലഭിച്ചുകൊള്ളണമെന്നില്ല. പരീക്ഷണങ്ങൾ അള്ളാഹു നൽകുക, ഏർപ്പെടുത്തുക, ഒരുപക്ഷെ ഇതാ ഈ വലിയ സ്വീകാര്യതക്ക്, അള്ളാഹുവിൻ്റെ സ്നേഹത്തിന് അതിന് മുന്നോടിയായിക്കൊണ്ടായിരിക്കും. അതുകൊണ്ട് അതിൽ ക്ഷമിച്ച് നിൽക്കുക. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഒരിക്കലും മനുഷ്യരൊന്നാകെ, ലോകത്തുള്ള പടപ്പുകളൊന്നാകെ നിന്നെ സ്നേഹിക്കുമെന്ന് നീ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. കാരണം അങ്ങനെ ഒരു സ്നേഹം അള്ളാഹുവിൻ്റെ നബിമാർക്ക് ലഭിച്ചിട്ടില്ല. وكذلك جعلنا لكل نبي عدوا شياطين الإنس والجن يوحي بعضهم إلى بعض زخرف القول غرورا.
അള്ളാഹു പറഞ്ഞില്ലേ, എല്ലാ നബിമാർക്കും നാം ശത്രുക്കളെ ഏർപ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ നബിമാരാരാണ്? ഏറ്റവും നല്ലവരാണ്, ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ്, ഏറ്റവും നല്ല സംസ്കാരവും മര്യാദയും ജനങ്ങൾക്ക് ഏറ്റവും നല്ലത് നൽകിയവരുമാണ്. അവർക്കെല്ലാം ശത്രുക്കൾ ഉണ്ടായിരുന്നു. ജിന്നുകളിലും മനുഷ്യരിലും വെച്ച ഉണ്ടായിരുന്ന ജിന്നുകളിലെയും മനുഷ്യരിലെയും പിശാചുക്കളെന്ന് അള്ളാഹു പറയുകയാണ്. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ സന്ദേശങ്ങൾ കൈമാറും, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ നബിമാർക്ക് ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട് എന്ന് അള്ളാഹു പറയുകയാണ്. നല്ല ആളുകൾ പക്ഷേ അള്ളാഹുവിൻ്റെ നബിമാരെ സ്നേഹിക്കും, അവരുടെ അനുയായികളെയും സ്നേഹിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അൽ അർവാഹു ജുനൂദും മുജന്നദ, ആളുകളുടെ ആത്മാക്കൾ അത് ഒരേപോലെയുള്ള സൈന്യത്തെ പോലെയാണ്. വമാ തആലഫ മിൻഹാ വമാ തആറഫ മിൻഹാ ഇഖ്തലഫത് വമാ തനാകറ മിൻഹാ ഇഖ്തലഫത്, യോജിച്ചത് തമ്മിൽ ഒരേപോലുള്ളത് തമ്മിൽ ചേരുകയും യോജിക്കാത്തത് തമ്മിൽ വേർതിരിയുകയും ചെയ്യും. പക്ഷികൾ അതിനോട് സാദൃശ്യമുള്ള അതേ ഇനത്തിൽപ്പെട്ടവരോടാണ് ചെന്നു ചേരുക എന്നതുപോലെ. നോക്കൂ, അക്രമികളും ധിക്കാരികളും വൃത്തികെട്ടവരുമായ ആളുകളെ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ അവർക്ക് എപ്പോഴും അവരെപ്പോലുള്ള കൂട്ടുകാരുണ്ടായിരിക്കും. നാളെ പരലോകത്ത് ആ കൂട്ടുകാർ ശത്രുക്കളായിരിക്കും, അത് മറ്റൊരു കാര്യം. എന്നാൽ നോക്കൂ, അള്ളാഹു പറയുന്നത് വകദാലിക ജഅൽനാ വകദാലിക നുവല്ലി ബഅദ الظالمين بعضا ബിമാ കാനൂ യക്സിബൂൻ. അള്ളാഹു അക്രമികളെ ഒരക്രമിക്ക് അവന് കൂട്ടുകാരനായി മറ്റൊരക്രമിയെ കൊടുക്കുന്നതാണ്. അക്രമികളെ അള്ളാഹു പരസ്പരം മിത്രങ്ങളാക്കി വെക്കുന്നതാണ് അവർ പ്രവർത്തിച്ചത് കാരണത്താൽ. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ നബിമാർ അവരിൽ പലരും കൊല്ലപ്പെട്ടത്. സാലിഹുകളായ ആളുകൾ പലരും കൊല്ലപ്പെട്ടത് അതുകൊണ്ടാണ്. അവരെ ഉപദ്രവിക്കാൻ കൊല്ലാൻ മാത്രം ആളുകൾ ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് പടപ്പുകളെല്ലാം നിന്നെ സ്നേഹിക്കുമെന്ന് നീ വിചാരിക്കരുത്. നീ ഹക്കാണെന്ന് മനസ്സിലാക്കിയ കാര്യമുണ്ടോ, ഈ ദീൻ അതിലുറച്ചു നിൽക്കുകയും അഹ്ലുസുന്നത്തിൻ്റെ വഴിയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. അള്ളാഹു അവൻ്റെ റസൂലിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര തവണയാണ് പരിശുദ്ധ ഖുർആനിൽ ഫസ്ബിർ, ക്ഷമിക്കുക എന്ന് പറഞ്ഞത്. ഫസ്ബിർ അലാ മാ യഖൂലൂൻ, അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ ക്ഷമിക്കുക നബിയെ. ഓ നബിയെ, താങ്കൾ ക്ഷമ കൈക്കൊള്ളുക, താങ്കൾക്ക് മുമ്പുള്ള നബിമാർ ക്ഷമിച്ചതുപോലെ. എന്തുകൊണ്ടാണ് അള്ളാഹു അവൻ്റെ നബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇക്കാര്യം ആവർത്തിച്ചു പറഞ്ഞത്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമെ വേദനിപ്പിക്കുന്ന, മുറിവേൽപ്പിക്കുന്ന, അവിടുത്തെ ആട്ടിപ്പുറത്താക്കുന്ന, അവിടുത്തെ കയ്യിൽ കിട്ടിയാൽ കൊല്ലാൻ തീരുമാനിച്ചിട്ടുള്ള ശത്രുക്കൾ ചുറ്റുമുണ്ടായിരുന്നു എന്നതുകൊണ്ടാണ്. പക്ഷെ അവരെവിടെ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ? അതുകൊണ്ട് അള്ളാഹുവിനെ നീ സ്നേഹിക്കുകയും അവൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്താൽ അള്ളാഹു സ്വീകാര്യത നൽകുമെന്ന് തീർച്ചയാണ്. പക്ഷെ അത് ഉടനടി ലഭിക്കുമെന്ന് നീ പ്രതീക്ഷിച്ചു കൊള്ളണമെന്നില്ല, ഉടനടി ലഭിക്കുമെന്ന് നീ പ്രതീക്ഷിക്കേണ്ടതില്ല. ഒരു പക്ഷേ നിൻ്റെ മരണത്തിനു ശേഷം മഹാന്മാരായ പണ്ഡിതന്മാർ എത്ര പേർ അങ്ങനെ ഉണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ ജയിലിൽ വെച്ചായിരുന്നു ആ മഹാനായ പണ്ഡിതൻ മരണപ്പെട്ടിരുന്നത്. എന്നാൽ നോക്കൂ നിങ്ങൾ, നൂറ്റാണ്ടുകൾ എത്ര കഴിഞ്ഞു, ഇന്നും ഷെയ്ഖുൽ ഇസ്ലാം എന്ന പ്രശംസാ പേരിൽ, ആ ശ്രേഷ്ഠമായ വിശേഷണത്തിൽ മുസ്ലിമീങ്ങൾ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നു, അദ്ദേഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെയാണ് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ സൗകര്യവും സ്വീകാര്യതയുമെല്ലാം നൽകുക തന്നെ ചെയ്യും. അതുപോലെ അള്ളാഹുവിൻ്റെ സ്നേഹവും പടപ്പുകളുടെ സ്നേഹവും ലഭിക്കാൻ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ദുനിയാവിനോട്, ആളുകളുടെ കയ്യിലുള്ള മുതലുകളോട് ആർത്തിയുള്ളവരാകാതിരിക്കുക, മറിച്ച് ദുനിയാവിനോടും ജനങ്ങളുടെ കൈകളിലുള്ളതിനോടും വിരക്തി ഉണ്ടാവുക, അള്ളാഹുവിൻ്റെ പക്കലുള്ളത് മാത്രം ആശിക്കുക. സഹൽ ഇബ്നു സഅദ് അസ്സാഇദി റളിയല്ലാഹു അൻഹു പറയുന്നു, അത്തൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം റജുൽ, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്നു. എന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, ദുല്ലനി അലാ അമലിൻ ഇദാ അന അമിൽതുഹു അഹബ്ബനില്ലാഹ് വഅഹബ്ബനിന്നാസ്. നബിയെ, ഞാനൊരു കാര്യം പ്രവർത്തിച്ചാൽ അള്ളാഹുവും എന്നെ സ്നേഹിക്കും, പടപ്പുകളും എന്നെ സ്നേഹിക്കും. അങ്ങനെ ഒരു കാര്യം എനിക്ക് പഠിപ്പിച്ചു തന്നാലും, അള്ളാഹുവിൻ്റെ സ്നേഹവും ജനങ്ങളുടെ സ്നേഹവും നേടാൻ ഉതകുന്ന ഒരു കാര്യം എനിക്ക് പറഞ്ഞു തന്നാലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്ഹദ് ഫി ദുനിയാ യുഹിബ്ബക അല്ലാഹ് വസ്ഹദ് ഫീമാ ഫി ഐദിൻ നാസ് യുഹിബ്ബക അന്നാസ്. നീ ദുനിയാവിനോട് വിരക്തി കാണിക്കുക, അള്ളാഹു നിന്നെ സ്നേഹിക്കുന്നതാണ്. ജനങ്ങളുടെ കൈകളിലുള്ളതിനോട് നീ വിരക്തി കാണിക്കുക, ജനങ്ങളും നിന്നെ സ്നേഹിക്കുന്നതാണ്. നീ ആളുകളുടെ കയ്യിലുള്ള സ്വത്ത് നോക്കി നടക്കുന്നവനാണ്, അവരുടെ കയ്യിലുള്ള മുതലെന്താണ്, അതെന്താണ്, ഇതെന്താണ് എന്ന് ആളുകളോട് ചോദിക്കുന്നത് പോലും പൊതുവെ ആളുകൾക്ക് ഇഷ്ടപ്പെടുകയില്ല. എപ്പോഴും ഒരുവൻ അവരവരുടെ കയ്യിലുള്ള സമ്പത്തിനെക്കുറിച്ചും
കയ്യിലുള്ള സാധനങ്ങളെക്കുറിച്ചുമൊക്കെ ചുടിഞ്ഞന്വേഷിക്കുന്നത് തന്നെ ആളുകൾക്ക് ഇഷ്ടപ്പെടുകയില്ല. അതിനോട് എൻ്റെ പക്കലുള്ളത് ഒരുത്തൻ സ്വന്തമാക്കാൻ ആശിച്ചെൻ്റെ പിന്നാലെ നടക്കുകയാണ്. ആ കൊതിയും കൊണ്ടാണ് അവൻ എൻ്റെ പിന്നാലെ വരുന്നത് എന്ന് കണ്ടാൽ എനിക്ക് അവനോട് സ്നേഹം തോന്നുകയില്ല. ഇതാണ് ജനങ്ങളുടെ പൊതുവേ ഉള്ള സ്ഥിതി. അതുകൊണ്ട് ആളുകളുടെ കൈകളിലുള്ളതിൽ നീ ആശ വെക്കാതെ അള്ളാഹുവിൻ്റെ പക്കലുള്ളത് നീ ആശിക്കുക. ആ ഫദ്ൽ, അള്ളാഹുവിൻ്റെ ഔദാര്യം, അത് നീ അവനോട് തേടുകയും ചെയ്യുക. അതുപോലെ നോക്കൂ, നിങ്ങൾ ഉദാരഹൃദയമുള്ളവരാവുക. അള്ളാഹു സ്നേഹിക്കും, പടപ്പുകളും സ്നേഹിക്കും. ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളതുപോലെ ദാനശീലനായ ഉദാരതയുള്ള ഒരുവനെ അവൻ്റെ ശത്രുക്കൾ പോലും സ്നേഹിക്കുന്നതാണ്. അതേസമയം പിശുക്കനായ ഒരുവനെ അവൻ്റെ മക്കൾ പോലും വെറുക്കുന്നതാണ്. നോക്കൂ, എത്ര മഹത്തരമായ, എത്ര അർത്ഥവത്തായ വാക്കാണ്. അതുകൊണ്ട് അത്യാർത്ഥിയും പിശുക്കും ഉപേക്ഷിക്കുക. എല്ലാം ആളുകളുടെ കയ്യിലുള്ളതൊക്കെ വെട്ടിപ്പിടിക്കണം എന്നാഗ്രഹവുമായി നടക്കുന്നവനെ ആരാണ് ഇഷ്ടപ്പെടുക? അള്ളാഹുവിൻ്റെ പക്കലുള്ളത് പ്രതീക്ഷിക്കുകയും അവനോട് അതിനുവേണ്ടി തേടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഫഅജ്മിലു അത്തലബ്, ഭംഗിയായി നിങ്ങൾ അള്ളാഹുവിൻ്റെ റിസ്ഖ് അന്വേഷിക്കുക. ഭംഗിയായി അള്ളാഹു നിനക്ക് നിശ്ചയിച്ചത് വരിക തന്നെ ചെയ്യും എന്ന ബോധ്യത്തോടെ, അള്ളാഹു നിനക്ക് നിശ്ചയിക്കാത്തത് നീ എത്ര തലകുത്തി മറിഞ്ഞാലും ലഭിക്കുകയില്ല എന്ന ഉറച്ച ബോധ്യത്തോടെ, ആ വിശ്വാസത്തോടെ അള്ളാഹുൽ തവക്കുലാക്കിക്കൊണ്ട് ജീവിക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ സ്നേഹവും അവൻ്റെ നല്ലവരായ അടിമകളായ മുഅ്മിനുകളുടെ സ്നേഹവും നമുക്കേവർക്കും നൽകുമാറാകട്ടെ. ഈമാനിൻ്റെ സാലിഹായ അമലുകളുടെ ആളുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന, അവൻ വെറുക്കുന്ന കാര്യങ്ങളെ അകറ്റി നിർത്തുന്ന തഖ്വയുള്ളവരിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم اغفر لحينا وميتنا وشاهدنا وغائبنا وصغيرنا وكبيرنا وذكرنا وأنثانا يا غافر المذنبين ويا أرحم الراحمين. اللهم فرج هم المهمومين من المسلمين ونفس كرب المكروبين واقض الدين عن المدينين واشف مرضانا ومرضى المسلمين وارحم موتانا وموتى المسلمين. اللهم انصر إخواننا المسلمين المستضعفين في كل مكان. اللهم انصر إخواننا المسلمين المستضعفين في غزة وفي فلسطين. اللهم آمنا في أوطاننا يا رب العالمين. اللهم عليك بأعدائك وأعداء المسلمين. اللهم مزق ملكهم وشتت شملهم يا قوي يا عزيز. ربنا تقبل منا إنك أنت السميع العليم. اللهم توفنا مسلمين وألحقنا بالصالحين. وصلى الله وسلم على نبينا محمد.